ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാക്ക ഗംഗ താത്താതം തന്നെ ദാ വെച്ചിട്ടുള്ള വാക്കുകളായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് തായം വെച്ച് പഠിച്ചു, നമ്മൾ ദാ വെച്ച് പഠിച്ചു, ധാ വെച്ചിട്ടും ലാസ്റ്റായിട്ട് പഠിച്ചു. ഇനി നമുക്ക് ധാ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. അപ്പോൾ ധാ വെച്ചിട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് സാധാരണ നിത്യജീവിതത്തിലുള്ള കാര്യങ്ങൾ കുറേ ഉണ്ട്, നമുക്ക് അറിയാവുന്നതും എന്നും പറയുന്ന പോലെ തന്നെ എപ്പോഴും നമ്മൾ കാണുന്നതുമായി നമ്മൾ എന്നും ഡെയിലി ലൈഫിൽ സംസാരിക്കുന്നതുമായി ഒരുപാട് വാക്കുകൾ നമുക്കറിയാം. അപ്പോൾ എന്താണ് മറ്റുള്ള വാക്കുകൾ ഏതൊക്കെ നമ്മൾ കുറേ കേൾക്കാത്തതും ഉണ്ടാവും കേട്ടതും ഉണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ദാ വെച്ചിട്ട് ഏത് വാക്കാണെന്ന് നോക്കാം. ദാ വെച്ചിട്ട് ധനം, ഈ ധനം എന്ന് പറയുന്നത് സമ്പത്ത്, ഇതിന് പറയുന്നത് പണം എല്ലാം, നമുക്ക് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ധനം എന്ന് പറയും. ധനം കുറേ ഉണ്ടായിട്ട് കാര്യമില്ല എന്നൊക്കെ അത് കുറേ പൂർവികന്മാർ പറയുന്നത് കേട്ടില്ലേ, ധനം എന്ന് പറയുന്നത്. അപ്പോൾ ധനം എന്ന് പറയുന്നത് നമ്മൾ സമ്പാദ്യത്തിനാണ്. എന്താണോ സമ്പാദിച്ച് വെച്ചിരിക്കുന്നത് അതാണ് ധനം എന്ന് പറയുന്നത്. പൈസ ആയിരിക്കാം, സ്വത്തായിരിക്കാം, എന്തായാലും അതാണ് ധനം എന്ന് പറയുന്നത്. അപ്പോൾ ദാ വെച്ചിട്ടുള്ളൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ധനം. ഇനി അടുത്ത ദാ വെച്ചിട്ടുള്ള വാക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ദാ വെച്ചിട്ടുള്ള അടുത്ത വാക്കാണ് ധന ലാഭം. ധനലാഭം. ഈ ധനലാഭം എന്ന് പറയുന്നത് ധനം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പാദ്യം, നമുക്ക് എന്തായാലും സ്വത്തായാലും പണമായാലും അത് ധനം. ഈ ധനലാഭം എന്ന് പറഞ്ഞാൽ എന്താ, ചിലപ്പോൾ നമുക്ക് പിന്നെ സമ്പാദിക്കുന്നതിൽ പണത്തിലായാലും അതിൽ നമുക്കൊരു ലാഭം ഉണ്ടാവും അല്ലേ. കുറേ ഇപ്പോൾ ഒരു വ്യവസായം തുടങ്ങുമോ അല്ലെങ്കിൽ ഒരു തൊഴിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പണം, ധനം, നമുക്ക് ലാഭം ഉണ്ടാവുക. അല്ലാണ്ട് ഫുൾ പണം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ലാഭം എന്ന് പറയാൻ പറ്റില്ല, ധനനഷ്ടം എന്നല്ല പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വേറൊരു വേർഡ് നമ്മൾ ധനനഷ്ടം എന്നും പഠിച്ചു. അപ്പോൾ ധനലാഭവും ധനനഷ്ടവും അല്ലേ. അപ്പോൾ ധനലാഭം എന്ന് പറഞ്ഞാൽ നമുക്കത് ലാഭം ഉണ്ടാവുക, നമുക്കത് സ്വരൂപിച്ച് വെക്കാനുണ്ടാവുക, എവിടെയെങ്കിലും ഏൺ ചെയ്ത് ബാങ്കിലോ ഡിപ്പോസിറ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ധനലാഭം നമുക്ക് ഉണ്ടാവുന്നത് അല്ലേ, ആ ഒരു വ്യവസായത്തിൽ. അപ്പം ധനലാഭം എന്താണെന്ന് ദാ വെച്ചിട്ടുള്ള വാക്ക് പഠിച്ചു. ഇനി ദാ വെച്ചിട്ട് സെയിം ആണ് ധനനഷ്ടം. അപ്പം ധനം എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ആ ധനത്തിലെ ലാഭം എന്താണെന്ന് മനസ്സിലായി നമുക്ക്. ഇനി ധനനഷ്ടം. നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഒരു സമ്പാദ്യവും ഇല്ല, അതൊക്കെ നഷ്ടപ്പെട്ടു പോവുക. ചിലപ്പം എങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് നിക്ഷേപിച്ച് വിൽക്കാനോ ഒരു രൂപീകരിച്ച് എവിടെയെങ്കിലും അത് നിക്ഷേപിച്ച് വെക്കാനൊന്നും പറ്റാത്ത രീതിയിൽ അത് നഷ്ടപ്പെട്ടു പോവുക. അപ്പം ധനനഷ്ടം. പിന്നെ അങ്ങനെയും സംഭവിക്കാൻ ധനനഷ്ടം. പിന്നെ നമ്മൾ കയ്യിലുള്ള പണം ആരെങ്കിലും മോഷ്ടിച്ച് പോവുക അല്ലെങ്കിൽ എടുത്തു പോവുകയോ ചെയ്ത് നഷ്ടം നമുക്ക് സംഭവിച്ചു പോയി എന്ന് പറയാം. ആ പൈസൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വന്നു, ധനനഷ്ടം വന്നു പോയി, ഞാൻ അവിടെ വെച്ചായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റെന്തോ കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയപ്പോൾ അത് നഷ്ടമായി വന്ന്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിൽ ധാ വെച്ചിട്ട് അപ്പോൾ അതിലും ധാ വരുന്നുണ്ട്, ധനത്തിലും ധാ വരുന്നുണ്ട്, ധനലാഭത്തിലും വരുന്നുണ്ട്, ധനനഷ്ടത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ദാ വെച്ചിട്ടുള്ള വാക്കുകളാണ് വന്നിരിക്കുന്നത്. ഇനി ദാ വെച്ചിട്ടുള്ള വേറെ എന്താണെന്ന് നോക്കാം. ധനാഢ്യൻ. അപ്പോൾ ദാ വെച്ചിട്ടുള്ള വേറൊരു വാക്കാണ് ധനാഢ്യൻ. അതിലും ധന വന്നിരിക്കില്ല, ധനാഢ്യൻ. ഓക്കെ, ധനാഢ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ധനം നിക്ഷേപിച്ച് വെച്ചവൻ, അതായത് പണക്കാരെന്ന് നമ്മൾ പറയുന്നത് എന്താ, ആ ആളുടെ കയ്യിൽ ഒരുപാട് ധനം ഉണ്ടായിരിക്കും, ഒരുപാട് പണം ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ധനാഢ്യനാണ്. അയാൾക്ക് പണത്തിന് ഒരു ബുദ്ധിമുട്ടില്ല, ഒരുപാട് പണം അയാളുടെ കയ്യിലുണ്ടാവും എന്ന അർത്ഥത്തിലാണ് നമ്മൾ അയാളെ ധനാഢ്യൻ എന്ന് പറയുന്നത്. അല്ലാണ്ട് പണമൊന്നും ഇല്ലാത്ത ആളെ നമുക്ക് ധനാഢ്യൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഇതാ വെച്ചിട്ടുള്ള വാക്കുകളിൽ നമ്മൾ ധനാഢ്യൻ എന്ന വാക്ക് പഠിച്ചു. ഇനി ഇതാ വെച്ചിട്ടുള്ള വാക്കിൽ എന്താ, ധരിത്രി. ധരിത്രി എന്ന് പറഞ്ഞാൽ എന്താ, ഭൂമിദേവി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ധരിത്രി എന്ന് പറഞ്ഞാൽ ഭൂമിദേവി. അപ്പം ധരി എന്ന് പറഞ്ഞാൽ ഭൂമി, ധരിത്രി എന്ന് പറഞ്ഞാൽ ഭൂമിദേവി. അപ്പം അവിടെയും ഒരു ഭൂമിദേവി ഉണ്ടെങ്കിൽ, ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് ഭൂമിദേവി എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം മലയാളികളും ഭൂമിനെ നമ്മളൊരു ദേവിയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ധരിത്രി എന്ന് പറയും. അപ്പോൾ ഇതാ വെച്ചിട്ട് നമ്മൾ ഇത്രയും വാക്കുകൾ ഏതൊക്കെ പഠിച്ചു? ധനം പഠിച്ചു, ധനലാഭം പഠിച്ചു, ധനനഷ്ടം പഠിച്ചു, ധനദാഢ്യൻ പഠിച്ചു, ധരിത്രി എന്ന് പഠിച്ചു. ഇനിയിപ്പം
ധനലക്ഷ്മി. ധനലക്ഷ്മി എന്ന് പറയുന്നത് നമുക്ക് ധനം കിട്ടുന്നത്. അപ്പോൾ ധനം കിട്ടുന്നത് തരുന്ന, അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൽ ഭയങ്കര ആരാധിക്കുന്ന ആളുകളെല്ലാവർക്കും ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്. ഓരോ മതത്തിലുള്ളവർക്കും ആ മതത്തിലുള്ള ദൈവത്തിനോട് ഭയങ്കര വിശ്വാസമായിരിക്കും അല്ലേ. നമുക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നമുക്കിപ്പോൾ ഒരു പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലായി നമ്മൾ കുട്ടിക്കാലത്തെ നമ്മൾ പഠിച്ചു വന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് പണം എവിടെന്നെങ്കിലും കിട്ടുമെന്നൊക്കെ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ കുട്ടിക്കാലത്ത് എല്ലാവരും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കും. ധനലക്ഷ്മി എന്ന് പറയുന്ന ലക്ഷ്മി ദേവി നമുക്ക് ഒരുപാട് പണം തരുമെന്നും അങ്ങനെ ആണ് നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം. അപ്പം അതിൽ ധ വെച്ചിട്ടുള്ള ധനലക്ഷ്മി. അപ്പം ധ വെച്ചിട്ട് ധനെന്നും ധനലാഭം, ധനനഷ്ടം, ധനാഢ്യൻ, ധരിത്രി, ധനലക്ഷ്മി. അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ അടുത്ത ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത എന്താ ധ വെച്ചിട്ടുള്ളത്? ഓക്കെ, ധനസമ്പത്ത്. അപ്പോൾ ധനസമ്പത്ത് എന്ന് പറയുന്ന സമയത്ത് ധനം കിട്ടുന്ന അങ്ങനെ ആ ഒരു സമ്പത്ത് എന്താണോ നമുക്ക് ധനമായി ലഭിക്കുന്ന ആ ഒരു പൈസയായി കിട്ടുന്ന കാര്യങ്ങൾ കിട്ടുന്ന അതിനാണ്, ആ സമ്പത്തിനെയാണ് നമ്മൾ ധനസമ്പത്ത് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ധനസമ്പത്ത് എന്ന് പറയുന്നത്? ധനം കിട്ടുന്നത്, നമുക്ക് ധനം കിട്ടാൻ സാധ്യതയുള്ള ഇതിനെയാണ് ഇതിന് സമ്പത്ത്, ഒരു നിക്ഷേപത്തെയാണ് നമ്മൾ ധനസമ്പത്ത് എന്ന് പറയുന്നത്. അതിന് അടുത്ത വാക്ക് എന്താണ്? അടുത്ത വാക്ക് നമുക്ക് നോക്കാം എന്താണ് ധാവിച്ചിട്ടുള്ളത്. ധാവിച്ചിട്ടുള്ള അടുത്ത വാക്ക് ധനവിനിയോഗം. ഓക്കെ, അപ്പം ഇതുവരെ ധനം എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ധനലാഭം എന്താണെന്ന് മനസ്സിലായി. നമുക്ക് ധനനഷ്ടം എന്താണ്, പിന്നെ ധനാഢ്യൻ എന്ന് പറഞ്ഞാലും ധരിത്രി എന്ന് പറഞ്ഞാലും ധനലക്ഷ്മി, ധനസമ്പത്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നെ ധ വെച്ചിട്ടുണ്ട് ധനവിനിയോഗം. ധനവിനിയോഗം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ ധനത്തെ വേണ്ടാതെ വിനിയോഗപ്പെടുത്തുക. അതാണ് ഒരു ആവശ്യത്തിനല്ലാതെ നമുക്ക് ലാവിഷായിട്ട് അനാവശ്യമായിട്ട് നമ്മൾ പല സാധനങ്ങളും പലപ്പോഴും പല ആളുകൾ, ധനമുള്ള ആളുകളും ചില ആളുകൾ എന്താ ചെയ്യുന്നത് കണ്ടല്ലോ, ഒരുപാട് പൈസകൾ അനാവശ്യമായിട്ട് വേണ്ട ആളുകൾക്ക് കൊടുക്കാതെ അനാവശ്യമായി ഉപയോഗപ്പെടുത്തി നശിപ്പിച്ച് കളയുന്നതാണ് ധനവിനിയോഗം എന്ന് പറയുന്നത്. വിനിയോഗിക്കുക അതെന്ന് വെച്ചാൽ ആവശ്യവുമില്ലാതെ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നതിനാണ് ധനവിനിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ വെച്ചിട്ടുള്ള ഇത്രയും വാക്കുകൾ പഠിച്ചു. ധനം പഠിച്ചു, ധനലാഭം, ധനനഷ്ടം, ധനാഢ്യൻ, ധരിത്രി, ധനലക്ഷ്മി, ധനസമ്പത്ത്, ധനവിനിയോഗം. ഇനി എന്താ ദാ വെച്ചിട്ടുള്ള അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ധനകാര്യബില്ല് കഴിഞ്ഞു. ഇനിയിപ്പോൾ ദാ വെച്ചിട്ടുള്ള വാക്ക് എന്ന് വെച്ചാൽ ധനുസ്. അപ്പോൾ ധനുസ് നിങ്ങൾക്കറിയാം. ധനുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ധനുസ് എന്നുള്ള. അപ്പം ദാ വെച്ചിട്ട് ധനുസ്. ഇനി അടുത്ത് ദാ വെച്ചിട്ടുള്ളത് എന്താ? ധനു. അപ്പോൾ ധനു എന്ന് പറയുന്ന ധനുമാസം, മലയാള മാസങ്ങളൊക്കെ ഉണ്ട്, അതിലുള്ളതാണ് ധനു എന്ന് പറയുന്നത്. അപ്പോൾ ധനു എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ധനു, ഇതാണ് ധനു. ഇത് ധനുമാസം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത് ദാ വെച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനുർവിദ്യ. അപ്പോൾ ധനുർവിദ്യ എന്ന് പറയുമ്പം നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴല്ല, ഇപ്പോഴും ഉണ്ട്, അതൊരു കോമ്പറ്റീഷൻ പോലെ ഒരു ലെവലിലാണുണ്ട്. പക്ഷെ പണ്ട് രാജാക്കന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിരുന്ന ധനുർവിദ്യ ഉപയോഗിച്ച് അത് പരിശീലിക്കുക, എങ്ങനെയാണ് ശത്രുക്കളെ നമുക്ക് കീഴടക്കാൻ ധനുർവിദ്യ കൊണ്ട് ചെയ്യാന്നുള്ളത്, യുദ്ധം അങ്ങോട്ട് അമ്പും വില്ലും ഉപയോഗിച്ച് ചെയ്യുന്നത്, അതിനാണ് ധനുർവിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ധനുർവിദ്യ എങ്ങനെ എഴുതുക നമുക്ക് നോക്കാം. ദാ വെച്ചിട്ട് ധനുർവിദ്യ, ഇതാണ് ധനുർവിദ്യ. അപ്പം ദാ വെച്ചിട്ടുള്ള വാക്ക് ധനുർവിദ്യ പഠിച്ചു. ഇനി ധനം പഠിച്ചിരുന്നു നമ്മളല്ലേ, പിന്നെ ധനുസ് പഠിച്ചു നമ്മൾ, ധനസമ്പത്ത്, ധനാഢ്യൻ, ധനുർവിദ്യ, ധമനി. അപ്പോൾ ദാ വെച്ചിട്ട് ധമനി ഉണ്ട്. ധമനി എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയിലുള്ള ഒരു
ഇതാണ് ഞരമ്പ്. മെയിനായിട്ട് ഞരമ്പുകൾക്ക് പറയുന്നത്, ഞരമ്പ് എന്ന് പറയില്ല, നമ്മളെ ഞരമ്പുകളൊക്കെ കട്ടായി എന്ന് പറയുന്ന പോലെ ആ സമയത്ത് ഈ ഞരമ്പിന് പറയുന്ന പേരാണ് ധമനി എന്ന് പറയുന്നത്. അപ്പോൾ ധമനി. ഓക്കെ, അപ്പോൾ നമ്മൾ ധ വെച്ചിട്ട് എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്? ഇപ്പോൾ ധനം പഠിച്ചു, ധനലാഭം, ധനനഷ്ടം, ധനാഢ്യൻ, ധരിത്രി, ധനലക്ഷ്മി, ധനസമ്പത്ത്, ധനവിനിയോഗം, ധനകാര്യബിൽ, ധനുസ്, ധനുമാസം, ധനുർവിദ്യ, ധമനി. ഇത്രയൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്. കാരണം ഇത് കൂടാണ്ട് ഒരുപാട് വാക്കുകൾ വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം ധനപാലൻ, അപ്പോൾ ധനപാലൻ ധനത്തെ പാലിക്കുന്നവൻ, അതായത് സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം ധനപാലൻ എന്ന് പറയുന്നത്. അപ്പോൾ ധനപാലൻ, ധനലാഭം എന്ന് നമ്മൾ പഠിച്ചപ്പോഴും ധനത്തെ എങ്ങനെയാണ് ലാഭം അത് നഷ്ടപ്പെടുത്താതെ എങ്ങനെ സംരക്ഷിച്ച് സൂക്ഷിച്ച് വയ്ക്കുക എന്നാണ്. അത് ലാഭം എന്ന് പറയണമെങ്കിൽ നമുക്ക് നഷ്ടമാവില്ലല്ലോ. അപ്പോൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ലാഭം നമുക്ക് ഉണ്ടാകുന്നത്. അതൊക്കെയാണ് ഇതിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഈ അക്ഷരങ്ങൾ എങ്ങനെ വെച്ച് പഠിക്കുക എന്നുള്ളത് നല്ലപോലെ ഓർത്ത് നല്ലപോലെ എഴുതുക. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്കിങ്ങനെ വെച്ചത് എഴുതി വെക്കുകയും ചെയ്യാം. ഓക്കെ.